ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയാണ്? പണം കൂടിയാൽ മനുഷ്യന് സന്തോഷം കൂടുന്നു? പണം കൂടിയാൽ മനുഷ്യന് സന്തോഷം കൂടുന്നു? പ്രത്യേകിച്ച് മറുപടി ഒന്നും ആ ഗുരു ശിഷ്യനോട് ആ ചോദ്യത്തിന് കൊടുത്തില്ല. പക്ഷേ തൊട്ടടുത്ത് നിന്നൊരു കുട്ടിയെ ആ ഗുരു അടുക്കലേക്ക് വിളിച്ചിട്ട് ഒരു ആപ്പിൾ എടുത്ത് ആ കുട്ടിയുടെ കൈക്ക് കൊടുത്തു. ആ കുട്ടിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സന്തോഷിച്ച് നിൽക്കുന്ന കുട്ടിയെ ആ സന്തോഷം കണ്ട് ആ ഗുരു ഒരു ആപ്പിൾ കൂടി ആ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് കുറച്ചുകൂടി സന്തോഷം കൂടി. അത് മനസ്സിലാക്കിയ ഗുരു വീണ്ടും ഒരു ആപ്പിൾ കൂടി ആ കുഞ്ഞിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അപ്പൊ ആ കുട്ടിക്ക് അത് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എല്ലാം കൂടി ഒരുമിച്ച് കയ്യിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ ഗുരു ഒരു ആപ്പിൾ കൂടി കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തു. അത് അവന് ഏറ്റവും ഭാരമായി തോന്നി. കാരണം ഒട്ടും വഹിക്കാൻ പറ്റാത്തൊരു ഭാരമായി മാറി. പ്രിയമുള്ളവർ, ഇത് തന്നെയല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു സാമാന്യ ലെവലിൽ കാര്യങ്ങൾ ഉള്ളപ്പോൾ നമ്മളെല്ലാം സന്തോഷവാന്മാരാണ്, സന്തോഷവതികളാണ്. പക്ഷെ നമുക്ക് പണം ഇത്തിരി കൂടുമ്പോൾ സന്തോഷം കൂടുന്നു എന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ പല മേഖലകളും ക്ഷയിച്ചു പോകുന്നതാണ് വാസ്തവം. നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും, സാഹോദര്യ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും, സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ അകലാൻ ശ്രമിക്കും. ഞാനും എൻ്റെതായ നിലപാടും എൻ്റെതായ സാഹചര്യങ്ങളും മാത്രം മതി എന്ന് ചിന്തിച്ച് ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുന്ന ഒരു രീതിയാണ് നമുക്ക് കാണുന്നത്. പണം ഇല്ലാത്തപ്പോൾ ഒരു മീഡിയം അതിൻ്റെതായ ആവശ്യകതയ്ക്ക് അനുസരിച്ച് മാത്രമുള്ളപ്പോൾ എല്ലാം ചന്തവും ഉചിതമായിട്ട് പോകും. എന്നാൽ കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തന്നെ മാറി മാറി നാം ഞാനെന്ന ഭാവത്തിലേക്ക്, ഞാനെന്ന രീതിയിലേക്ക്, ഞാനെന്ന സാഹചര്യത്തിലേക്ക് അധപ്പതിച്ചു പോകുന്ന രീതിയല്ലേ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പണം കൂടുന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കൂട്ടിയെടുക്കാൻ കഴിയത്തില്ല. പിന്നെ എപ്പോഴാണ് സമാധാനം നിലനിർത്താൻ കഴിയുക? എപ്പോഴാണ് ഉള്ള സന്തോഷം നിലനിർത്താൻ കഴിയുക? എപ്പോഴാണ് ഉള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു പോകാൻ കഴിയുക? നമുക്ക് എന്തുണ്ടോ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുമ്പോഴാണ് ആ ഒരു സാഹചര്യം നിലനിർത്താൻ കഴിയുക. നമ്മൾ എവിടെയാണോ ആ സ്ഥലത്ത് തൃപ്തിപ്പെടാൻ കഴിയുമ്പോഴാണ് നമ്മുടെ സന്തോഷവും സമാധാനം നിലനിർത്തി ടാലിയാക്കി പോകാൻ കഴിയുക. നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, അവരിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു സന്തോഷവും ബന്ധവും കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടുപോകുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അധികം ഉണ്ടാക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കിട്ടിയാൽ മേടിച്ചോ. പക്ഷെ മേടിച്ചുണ്ടാക്കി ഉള്ള സമാധാനം നഷ്ടപ്പെട്ട്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതും? അല്പമേ ഉള്ളുവെങ്കിലും അത് സന്തോഷത്തോടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. കുറച്ചുള്ളെങ്കിലും അത് സന്തോഷത്തോടെ കഴിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവന് തുല്യം നമ്മളിൽ ക്രിയ ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാമേ, പണമല്ല മനുഷ്യന്റെ ജീവിതത്തിൽ വിജയം തരുന്നത്. പണമല്ല മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം തരുന്നത്. പണമല്ല മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം തരുന്നത്. അതെല്ലാം ഒരു താൽക്കാലിക മേഖല മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ളതുകൊണ്ട് ഉള്ള സ്ഥലത്ത് ഉള്ളവരോടുകൂടെ തൃപ്തിപ്പെട്ട് സമാധാനപൂർണമായിട്ട് ജീവിക്കാൻ കഴിയുമ്പോൾ ആ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. നല്ല അർത്ഥപൂർണമായ മനസ്സലിവുള്ള സാഹോദര്യ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, നന്മകളെ ചെയ്യുന്ന മനസ്സുള്ളവരായി മാറാൻ, സമൂഹത്തെ നന്നാക്കാൻ നമ്മിലൂടെ എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് ചെയ്യുവാൻ കഴിയുന്ന ഒരു കരുത്തുള്ള ഹൃദയത്തിനുടമകളായി മാറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം, പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.